ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേഖയാണെങ്കിൽ നടുവേദനിച്ചുകൊണ്ട് അവിടെ കിടക്കുന്ന സമയത്ത് ഒരുപാട് തവണ ഒഴിഞ്ഞ് രാധികാമ്മയുടെയും നടു ഇങ്ങനെ വെട്ടുമായിരിക്കും ചെയ്യുന്നത്. എന്നിട്ടിങ്ങനെ പോകുന്ന സമയത്ത് രേഖയാണെങ്കിലും രാധികാമ്മയെ എന്ന് പെട്ടെന്ന് വിളിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കും. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒന്നുകൂടി നടുവൊന്ന് വിളിക്കുമായിരിക്കും. എന്തിനാ നീ എന്നെ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചത്? എൻ്റെ നടു ഒന്നും കൂടി വല്ലാത്ത പ്രശ്നമായല്ലോ, നിനക്ക് എന്തിനാ ഇങ്ങനെ പെട്ടെന്ന് വിളിക്കേണ്ട ആവശ്യം എന്നൊക്കെ പറയുമായിരിക്കേ. അപ്പോൾ രേഖയാണെങ്കിലും പറയും, ഇതാ രാധികാമ്മയുടെ മൊബൈലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇന്ന മൊബൈൽ എന്ന് പറഞ്ഞ് മൊബൈലും കൊടുക്കും. എന്നിട്ട് പറയും, കാഞ്ചനക്കാൻ്റെ അടുത്തൊന്ന് നന്നായി ഒഴിഞ്ഞു തരാൻ പറ രാധികാമ്മേ എന്നിങ്ങനെ പറയുമായിരിക്കേ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അയ്യപ്പേട്ടൻ ഒരു കുറിപ്പും കൊണ്ട് വരികയായിരിക്കും. എന്നിട്ടാണെങ്കിലും പറയും, ഇവിടെ എല്ലാവർക്കും നടുവേദനയല്ലേ, അതിന് ഈ ഒരു എണ്ണ കാച്ചിയിട്ട് തേക്കുന്നത് നല്ലതായിരിക്കും എന്നിങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ ഗോവിന്ദാണെങ്കിലും അതിങ്ങനെ നോക്കുമായിരിക്കും. അപ്പോൾ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട്, ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല, ഈ സമയത്ത് എല്ലാവർക്കും ഇത് ഉള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പ്രിയ ആണെങ്കിലും പറയുമായിരിക്കും, അത് ഗോവിന്ദേട്ടൻ്റെ സ്നേഹം ചേച്ചിക്ക് അറിയാഞ്ഞിട്ടാണ്, ഇനിയിപ്പോൾ കെയർ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. ഈ സമയം അവിടെ രേഖയും അതുപോലെ രാധികാമ്മയും വരുണും വരികയായിരിക്കും. എന്നിട്ട് ഇതെന്താണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയുമായിരിക്കും, അയ്യപ്പേട്ടൻ പറയുമായിരിക്കും, ഇത് എണ്ണയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എല്ലാവർക്കും നടുവേദനയല്ലേ, അപ്പോൾ ഈ ഒരു എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ നല്ല ഭേദമാകും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. ആ സമയത്ത് രാധിക അമ്മയാണെങ്കിലും പറയും, പണ്ട് ഞാൻ എത്ര എണ്ണ കാച്ചിട്ടുള്ളതാണ്, കണ്ണന് ഞാൻ എന്നും തേച്ച് കൊടുക്കുമായിരുന്നു, അവന് ഞാനത് തേച്ച് കൊടുക്കാതെ തീരെ പറ്റില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. ആ സമയം നമ്മുടെ രേഖയാണെങ്കിലും പറയുമായിരിക്കും, എന്നാൽ പിന്നെ നമുക്ക് രാധികാമ്മയെ കൊണ്ട് തന്നെ തേപ്പിക്കാം, അത് മാത്രമല്ല എൻ്റെ നടു ഒഴിഞ്ഞപ്പോൾ എൻ്റെ പെട്ടെന്ന് മാറി ഇന്നേ രാധികാമ്മ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അപ്പോൾ പിന്നെ എണ്ണയാണെങ്കിലും രാധികാമ്മ തന്നെ ചെയ്ത് തന്നാൽ മതി എന്നിങ്ങനെ പറയുമായിരിക്കേ. അപ്പോൾ രാധികാമ്മ ശരിക്കും പറയണ്ടായിരുന്നു എന്നുള്ള രീതിക്ക് ആയി പോവുമായിരിക്കും. അപ്പോൾ പിന്നെ അയ്യപ്പേട്ടനാണെങ്കിലും പറയുന്നുണ്ട്, ആ ഗോവിന്ദൻ കുഞ്ഞിനെ രാധികാമ്മ ഒക്കെ കുറേ ചെയ്തൊക്കെ കൊടുത്തിട്ടുള്ള എണ്ണയൊക്കെ ഒഴിഞ്ഞിട്ട്, അപ്പോൾ പിന്നെ രാധികാമ്മ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അത് കഴിഞ്ഞ് ഗോവിന്ദാണെങ്കിലും ഗീതുവിനെയും കൊണ്ട് പിടിച്ചുകൊണ്ടിങ്ങനെ പോവുമായിരിക്കും. ആ സമയം വരുണാണെങ്കിൽ അതിലുള്ള ആ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വായിക്കുകയായിരിക്കേ. അപ്പോൾ രാധികാമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ദേഷ്യം വരുമായിരിക്കും. ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രിയ ആണെങ്കിലും രേഖയാണെങ്കിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവേ, ഒരുപാട് ലിസ്റ്റ് ഉണ്ടാവും ഓരോ മരുന്നുകളുടെയും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രാധികാമ്മയ്ക്ക് ആകെ കലി വരുമായിരിക്കും. എന്നിട്ട് പിന്നെ അവിടുന്ന് രേഖയാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ, അല്ല ഇവരല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഇവർ കേട്ടാൽ പോരെ, രാധികാമ്മയ്ക്ക് കേട്ടാൽ പോരെ, ഞങ്ങളെന്തിനൊക്കെ കേൾക്കുന്നേ, വാ പ്രിയ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് രേഖയാണെങ്കിൽ അവിടുന്ന് പോവുമായിരിക്കും. വീണ്ടും വരുണാണെങ്കിൽ ഓരോ മരുന്നിൻ്റെ പേരിങ്ങനെ വായിക്കുന്ന സമയത്ത് രാധികാമ്മയ്ക്ക് ദേഷ്യം വരുമായിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ, ഇവർക്ക് എണ്ണയല്ലേ ഞാൻ തേച്ച് കൊടുക്കാൻ പോകുന്നത്, ചിക്കൻ പൊരിച്ച എണ്ണയാണ് എല്ലാത്തിനും തേച്ച് കൊടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അവിടുന്ന് കാലി വന്നിട്ട് രാധികാമ്മ പോവുമായിരിക്കേ. അപ്പോൾ വരുണാണെങ്കിലും ആലോചിക്കുകയായിരിക്കും, ചിക്കൻ പൊരിച്ച എണ്ണ ഇത്രയ്ക്ക് നല്ലതാണോ എന്നിങ്ങനെ ആലോചിക്കുകയായിരിക്കേ. ശേഷം കാണിക്കുന്നത് അവർണികയായിരിക്കും. അവർണികയാണെങ്കിൽ ഇങ്ങനെ എന്തോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, റൂമിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് അജാസ് ആയിരിക്കും. അജാസ് ആണെങ്കിൽ കാറിൽ വന്ന് ഇറങ്ങും. എന്നിട്ട് പിന്നെ അവർണികയുടെ വീടിൻ്റെ ഗേറ്റ് തുറക്കുന്ന സമയത്ത് അവിടെ അവർണികയുടെ അച്ഛൻ നിൽക്കുന്നുണ്ടാവും. എന്നിട്ട് ദേഷ്യത്തോടെ ചോദിക്കും, ഇപ്പം എന്തിനാണ് ഈ സമയത്ത് ഇങ്ങോട്ട് വരുന്നത് എന്ന് അജാസിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അജാസ് ആണെങ്കിലും പറയുമായിരിക്കും, അല്ല ഞാൻ ഇതുവഴി വന്നപ്പോൾ ഇങ്ങനെ വന്നേ ഉള്ളൂ. അപ്പോൾ അവർണികയുടെ അച്ഛനാണെങ്കിലും പറയും, എന്തായാലും ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട ആവശ്യം എന്ന് പറയുമ്പോൾ അജാസ് ആണെങ്കിലും പിന്നെ തിരിച്ച് കാറിലേക്ക് തന്നെ കയറി പോവുമായിരിക്കും. അപ്പോൾ അവർണികയുടെ അച്ഛനാണെങ്കിലും മനസ്സിലിങ്ങനെ ആലോചിക്കുകയായിരിക്കും, ഇനിയിപ്പോൾ കിച്ചുവിനെ ഇവനായിരിക്കുമോ കൊന്നിട്ടുണ്ടാവുക, അവർണികയോട് എന്തോ ഒരു അടുപ്പം ഇവനുണ്ടല്ലോ, ഇനിയിപ്പോൾ ഇവനായിരിക്കുമോ അവനെ തീർത്തത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും അവർണികയുടെ അച്ഛൻ. അജാസ് ആണെങ്കിൽ വീണ്ടും വന്ന് അവർണികയുടെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോവുമായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അറയ്ക്കൽ തറവാടായിരിക്കും. രഞ്ജുനെയും കൊണ്ട് ഗോവിന്ദും ഗീതവും ഇങ്ങനെ കയറി വരികയായിരിക്കേ. അപ്പോൾ വരുന്ന സമയത്ത് കാഞ്ചനയാണെങ്കിൽ നിൽക്ക് ആരതി ഒഴിഞ്ഞാൻ കൊണ്ടുവരുന്നുണ്ട് എന്നിങ്ങനെ പറയുമായിരിക്കേ. അപ്പോൾ പ്രിയയാണെങ്കിലും രേഖയാണെങ്കിലും ഓടി വരുന്നുണ്ടാവും, രഞ്ജു വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ വളരെ സന്തോഷമാവുമായിരിക്കും. എന്നിട്ടിങ്ങനെ ആരതി രാധികാമ്മ പറഞ്ഞിട്ട് ഞാൻ ഒഴിയാൻ വന്നതാ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമായിരിക്കും, എന്തോ ഒരു പാര വരുന്നുണ്ടല്ലോ, ഇത്രയൊക്കെ സ്നേഹം എന്താണോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയായിരിക്കും. ആ സമയത്ത് രാധികാമ്മ വന്നിട്ട് പറയുമായിരിക്കും, ഞാനിപ്പോൾ എൻ്റെ മോളെ പോലെ തന്നെ കാണുന്നതല്ല, ശരിക്കും എൻ്റെ മോള് തന്നെയാണല്ലോ ഇവളും ബന്ധം വെച്ച് നോക്കുമ്പോൾ, പക്ഷെ മാധവേട്ടനെ ചതിച്ച ആ അനാർക്കലി ആയിട്ട് ഇവൾക്ക് ബന്ധമുണ്ട്. നിങ്ങൾ ഹോസ്പിറ്റലായിരുന്ന സമയത്ത് ഇവൾ അനാർക്കലി ഇവിടെ കയറ്റിയിട്ട് ഭക്ഷണം കൊടുക്കും, കിടക്കാൻ സൗകര്യമൊക്കെ ഏർപ്പാടാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് അനാർക്കലി ആയിട്ട് ബന്ധമുണ്ട്. ഇവർ തമ്മിൽ സംസാരിക്കുന്ന തെളിവ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തെളിവ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. എന്നിട്ട് നീ വിശ്വസിച്ചില്ല എങ്കിൽ ഞാൻ വേണമെങ്കിൽ ഞാൻ തന്നെ ഇവളെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചോളാം
ഈ സമയം രഞ്ജുവിനാണെങ്കിലും ആ ഒരു വീഡിയോ ഓർമ്മ വരികയായിരിക്കും. അനാർക്കലിയായിട്ട് സംസാരിക്കുന്നതൊക്കെ രാധികാമ്മ എടുത്തത് രാധികാമ്മ തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ ആലോചിച്ചിട്ട് രഞ്ജുവിനാണെങ്കിലും കുറച്ച് ടെൻഷനൊക്കെ ആവുന്നുണ്ടാവും. എന്നിട്ട് രഞ്ജു ആണെങ്കിലും പറയുന്നുണ്ട്, എന്ത് കാണിച്ചു കൊടുത്തിട്ടാലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കണ്ണേട്ടിന് ബോധ്യമായാൽ ഞാൻ ഇവിടെ തന്നെ കയറും. ഇല്ല ഇനിയിപ്പോൾ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ണേട്ടിന് തോന്നുകയാണെങ്കിൽ ഞാൻ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോളാം, ആരെ എന്നെ ഇറക്കി വിടേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. അപ്പോൾ ഗോവിന്ദാണെങ്കിലും പറയും, എന്ത് തെളിവാണ് എന്നൊന്ന് കാണിച്ച് എന്ന് പറയുമ്പോൾ രാധികാമ്മയാണെങ്കിലും നിൽക്ക് ഞാനിതെപ്പോൾ എടുത്തരാം എന്ന് പറഞ്ഞിട്ട് ഗാലറി നോക്കുമ്പോൾ അന്തം വിടുമായിരിക്കും. കാരണം ഒരൊറ്റ വീഡിയോയോ ഒരു ഫോട്ടോയോ ഒന്നും തന്നെ ഉണ്ടാവില്ല, ഫുള്ള് ഡിലീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സമയം രാധികാമ്മ വല്ലാതെ ടെൻഷനാവുമായിരിക്കും. എന്നിട്ട് പിന്നെ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, എവിടെ എടുക്ക് തെളിവ് എന്ന് പറയുമ്പോൾ അയ്യോ എല്ലാം ഡിലീറ്റ് ആയിരിക്കണു കണ്ണാ, ഇതിലുണ്ടായിരുന്നതാണ്. ഈ സമയമാണെങ്കിൽ രേഖയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. കാരണം രേഖയായിരിക്കും അതിലുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. രാധികാമ്മയ്ക്ക് കുറേ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഗ്യാസ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഫോൺ വാങ്ങുന്ന സമയത്ത് രാധികാമ്മ ലോക്ക് ഇടുന്നതൊക്കെ ശ്രദ്ധിച്ച് വെച്ചിരിക്കുകയായിരുന്നു രേഖ. എന്നിട്ട് രേഖയ്ക്ക് നടുവേദനയാണെന്ന് പറഞ്ഞ് ഒഴിയാനായിട്ട് പോയല്ലോ രാധികാമ്മ, ആ സമയമായിരിക്കും രേഖ ഈ ഫോട്ടോസൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് രാധികാമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് രേഖയുടെ പണിയായിരുന്നു എല്ലാം ഡിലീറ്റ് ആക്കിയത്. എന്നിട്ട് പിന്നെ ഗീതു ആണെങ്കിലും പിന്നീട് പറയുമായിരിക്കും, ഇപ്പം എന്തായി ബെറ്റായിരിക്കണം, ഇനിയിപ്പോൾ രാധികാമ്മ ഒഴിഞ്ഞേ ഇതിങ്ങനെ പറയുമായിരിക്കും കേട്ടോ ആരതി. എന്നിട്ട് പിന്നെ രഞ്ജുവിനെ രാധികാമ്മ തന്നെ ആരതി ഒഴിയുമായിരിക്കും. അങ്ങനെ രാധികാമ്മ ഒരു താല്പര്യമില്ലാതെ രഞ്ജുവിനെ ആരതി ഒഴിയുന്ന സമയത്ത് ഗീതു ആണെങ്കിലും പറയും, ഇതൊരു തുടക്കം ആയിക്കോട്ടെ, ഇനി ഇവിടെ ചിലരൊക്കെ വരും, അവരെയും ചിലപ്പോൾ രാധികാമ്മ തന്നെ ആരതി ഒഴിഞ്ഞ് കയറ്റേണ്ടി വരും എന്നൊക്കെ പറയുമായിരിക്കും. അപ്പോൾ രാധികാമ്മയാണെങ്കിലും ഒന്ന് ആക്കുന്ന രീതിക്ക് പറയുമായിരിക്കും, ഈ വീട്ടിലുള്ള എല്ലാവരും ഞാൻ തന്നെയല്ലേ ആരതിയെ ഒഴിഞ്ഞ് സ്വീകരിച്ചിട്ടുള്ളത്, അപ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്നുള്ള രീതിക്ക് പറയുക. എന്നിട്ട് പിന്നെ രഞ്ജു ആണെങ്കിലും അകത്തേക്ക് കയറുമായിരിക്കും. ഈ സമയം രാധികാമ്മയും വരുണിനെയും ഗോവിന്ദ് ഒന്ന് നിന്ന് എനിക്ക് നിങ്ങളടുത്ത് സംസാരിക്കാനുണ്ട് എന്തെങ്കിലും പറയുമായിരിക്കും. എന്നിട്ടാണെങ്കിലും പറയും, ആ വീഡിയോ ആരെ എടുത്തു എന്ന് പറഞ്ഞ്. അപ്പോൾ വരുണാണെങ്കിലും പറയും, അമ്മ തന്നെ എടുത്തത് കണ്ണേട്ട എന്ന് പറയുന്ന സമയത്ത് ചൂടായിക്കൊണ്ട് പറയുമായിരിക്കും, നിങ്ങൾക്ക് ഇന്ന് ആ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്തൊന്ന് അറിയിക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ട് അറിയിച്ചില്ല? രഞ്ജു ആണെങ്കിൽ ചെറിയ പ്രായമാണ്, അവർ അങ്ങനത്തെ സ്ത്രീയാണെന്ന് അറിയാത്ത കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇവിടെ ഇരുത്തിയത്, പക്ഷെ നിങ്ങൾക്കത് അറിയാമല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഓരോന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുകയായിരിക്കും. അപ്പോൾ വരുൺ അതിൽ ഇടപെടുന്ന സമയത്ത് നിന്നെയാണ് ആദ്യം തീർക്കേണ്ടത് എന്ന് പറഞ്ഞ് അവിടുന്ന് തള്ളിയിടായിരിക്കും ഗോവിന്ദാണെങ്കിലും. അപ്പോൾ കണ്ണാ വേണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട്, അച്ഛനെ കൊന്ന ആ സ്ത്രീയായിട്ട് രാധികാമ്മയ്ക്ക് എന്താണ് ബന്ധം? അന്ന് നിങ്ങൾ തമ്മിൽ കണ്ടതും അതുമാത്രമല്ല പൈസ കൊടുക്കാൻ മാത്രം എന്ത് കാര്യമാണ് ഉണ്ടായത്? അനാർക്കലിക്ക് വേണ്ടിയിട്ടല്ലേ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നാടകമൊക്കെ കളിച്ചത്? എന്തിനാണ് പൈസ കൊടുക്കുന്നത്? അതൊക്കെ എനിക്ക് അറിയണം എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും. അപ്പോൾ രാധികാമ്മയും പറയും, കണ്ണാ നിനക്ക് എന്താണ് എന്നെ സംശയമുണ്ടോ, ഞാനാണ് അവളുടെ കൂടെ ചേർന്ന് മാധവേട്ടനെ ചതിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കേ. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഉണ്ടാവില്ല, പക്ഷേ രാധികാമ്മയായിട്ട് തന്നെ ഇങ്ങനെ പറയുമായിരിക്കും, എന്നെ എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഗോവിന്ദാണെങ്കിൽ ഇങ്ങനെ രാധികാമ്മ ഇങ്ങനെ തുറച്ച് നോക്കുമായിരിക്കും. അങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഗോവിന്ദനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. താങ്ക് യു ഫോർ വാച്ചിങ്.